നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രസാദ്. ആർട്ടിക്കിൾ 370 എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ. അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമവും നീതിയും ഒക്കെ ഉറപ്പാക്കുമ്പോൾ കാശ്മീരിന് മാത്രം വേറൊരു കട അല്ലേ, ഒരു കുറു മുന്നണി പോലെ. അപ്പോൾ അതാണ് അവർക്ക് അല്ലേ കൊടി. അതെ, പ്രത്യേകം കൂടി പ്രത്യേക അവിടുത്തെ സിവിൽ ക്രിമിനൽ നിയമങ്ങളെല്ലാം പ്രത്യേകം അവിടെ പോയിട്ട് വേറൊരു ഭാരതത്തിലെ വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാളിന് അവിടെ ഭൂമി വാങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് അവിടെ ചെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, ഒറ്റ രാത്രി കൊണ്ട് തീർന്നു കിട്ടി. ഈ എഴുതി മായ്ക്കുന്നത് പോലെ, മറ്റേ നമ്മള് റബ്ബ് ചെയ്യുന്നത് പോലെ അങ്ങ് മായ്ച്ചു കളഞ്ഞു. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവരുടെ തമിഴ് ഗാനമുണ്ട്, തമിഴ് തായ് വാഴ്ത്ത്. 70-ൽ മനോന്മണിയം സുന്ദരം പിള്ള അദ്ദേഹം എഴുതിയ ഗാനമാണ്. തമിഴ്നാടിൻ്റെ ആവേശമാണ്, അവരുടെ ഭാഷയാണ്, അവരുടെ ഗാനമാണ്. തായ് വാഴ്ത്ത് അവരുടെ തന്നെ ഗാനമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ ആദ്യം വന്ദേ മാതരം, പിന്നെ ദേശീയ ഗാനം, മൂന്നാമത് ആ സംസ്ഥാനത്തിൻ്റെ ഗാനമുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രോട്ടോകോൾ. അതെ, അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിന് മാത്രം ഈ വിജയ് വന്നപ്പോഴെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഇല്ല, തമിഴ്നാട്ടിന് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക കൊമ്പുള്ളതുപോലെ ആദ്യം ഈ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടണം നിർബന്ധം പിടിക്കുന്നു, പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇത് ശരിക്കും ആയിക്കോട്ടെ, അവരുടെ താല്പര്യം, അവരുടെ സംസ്ഥാനത്തിൻ്റെ ഇഷ്ടം. പക്ഷേ നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയ്ക്ക് അതൊരു തടസ്സമാണത്. അതിനെ ചോദ്യം ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതേ കീഴ്വഴക്കം പിന്തുടർന്നും ഇനി എനിക്കൊരു ദേശീയ പതാക നാളെ വേറൊരു കൊടി വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ചെയ്തിരിക്കുന്നത്, അവർ ഏകകണ്ഠമായിട്ടൊരു പ്രമേയം പാസ്സാക്കി, ഈ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടണം എന്ന്. അത് പക്ഷേ അതിന് എത്രത്തോളം നിയമപരമായ നിലനിൽപ്പുണ്ട്, അത് പ്രാബല്യത്തിൽ വരും എന്നെനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് നിയമവിദഗ്ധരാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഈ ഭരണഘടനാ ശില്പികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിയമം നിർമ്മിച്ചപ്പോൾ അവർ രാജ്യത്തെ മുഴുവനായിട്ടും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ്. അന്ന് അതിനൊരു എക്സംഷൻ വന്നത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലാണ്. അത് ജവഹർലാൽ നെഹ്റു അതിനകത്ത് കാണിച്ച മണ്ടത്തരങ്ങളാണ്, അങ്ങനെ തന്നെ പറയാം. അദ്ദേഹം കാണിച്ച മണ്ടത്തരങ്ങളാണ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കാണിച്ച മണ്ടത്തരങ്ങളാണ് ജമ്മു കാശ്മീർ വിഷയത്തെ ഇന്നും ഇങ്ങനെ ഒരു നീറുന്ന പ്രശ്നമാക്കി നിർത്തുന്നത്. കുറേയൊക്കെ നമ്മൾ പരിഹരിച്ചെങ്കിലും ഇപ്പോഴും അതിനകത്ത് പരിഹരിക്കാൻ ഇനിയും നമുക്ക് നഷ്ടപ്പെട്ട ഭൂമി ഉണ്ട്, അത് തിരിച്ചു കിട്ടണം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് തമിഴ്നാട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് താഴെയാണോ അതിന് മുകളിലാണോ എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ മാതൃഭൂമിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ തൊട്ടേ പ്രതിജ്ഞ എടുത്ത് പഠിച്ചു വരുന്നവരാണ്. അതിൽ നിന്നൊക്കെ ഘടകവിരുദ്ധമായ ഒരു പോക്കല്ലേ ഇത് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബംഗാളി ഭാഷയിൽ ഒരു ബംഗാളി എഴുതിയതാണ് നമ്മുടെ ദേശീയ ഗീതം, ദേശീയ ഗാനവും അങ്ങനെ തന്നെ. പക്ഷെ അതുകൊണ്ട് ബംഗാളിന് എന്തെങ്കിലും മഹത്വം കൊടുക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല, ഒരുപടി കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ഇല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളതുപോലത്തെ പരിഗണനയേ ഉള്ളൂ. പക്ഷേ ഇതേ ഈ ബംഗാളി ദേശീയ ഗീതവും ബംഗാളി ഭാഷയിൽ എഴുതിയ ദേശീയ ഗാനവും ചൊല്ലാൻ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ആർക്കും ഒരു മടിയുമില്ല. നോക്കൂ, ഗുജറാത്തി എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? മറാഠി എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദിക്കാരെന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? തെലുങ്കനും കന്നഡികനും മലയാളിയും എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? തമിഴൻ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവർക്കെല്ലാവർക്കും ഇത് ചൊല്ലാൻ ഒരേ മനസ്സാണ്, യൂണിഫോമിറ്റി ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ തമിഴ്നാട്ടിലാണ് ഈ ഒരു സാധനം ആദ്യം തുടങ്ങുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ 70കളിൽ കൊണ്ടുവന്നതാണ് ഈ തമിഴ് തായ് വാഴ്ത്ത്. ഞങ്ങളൊരു പ്രത്യേക, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന, ഞങ്ങൾ ചില പ്രത്യേക സവിശേഷതകളുള്ള ആനുകൂല്യങ്ങളുള്ള ആൾക്കാരാണ് എന്നൊക്കെയുള്ള മട്ടിൽ അത് സത്യത്തിൽ ഒരു വിഘടനവാദത്തിൻ്റെ ശബ്ദമല്ലേ?
സ്വരമല്ലേ അത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെ നമുക്ക് അങ്ങനെ കരുതാൻ കഴിയുള്ളൂ. നാളെ മലയാളി പറയണ ഞാൻ ഇന്ത്യക്കാരന്, ഇപ്പം നമ്മളങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഇത് കേരളമാണ്, ഓർക്കണം, ഇത് പ്രബുദ്ധ കേരളമാണ്, ഈ കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ RSS ഒരു ട്രേഡ് യൂണിയൻ തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് ഈ വെറും തൊഴിലാളികളെയല്ല, ദേശസ്നേഹികളായ തൊഴിലാളികളെ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന തൊഴിലാളികളെ വാർത്തെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇത് തുടങ്ങി, ഭാരതീയ മസ്ദൂർ സംഘ്, BMS. അപ്പം അത് തുടങ്ങിയ ആൾ ദത്തോപാന്ത് തേങ്ക്ടി എന്ന് പറയുന്ന ഒരു പ്രചാരകനാണ് അതിന് ബീജാപാപം ചെയ്യുന്നത്. മലയാളിയായ രാ വേണുഗോപാൽ എന്ന നിലമ്പൂർ കോവിലകത്തെ രാജകുടുംബാംഗം ആയ അദ്ദേഹം ഇതിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇതിൻ്റെ ഫുൾ ടൈമറായിരുന്നു ഈ BMSൻ്റെ. അന്നിത് കൊണ്ടുവന്നപ്പോൾ ഈ കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല എന്ന് പറഞ്ഞത് സഖാവ് EMS ആണ്. ആ കേരളത്തിൽ ആ പരിപ്പ് വേവിച്ച് അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത് അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ച ആളാണ് തേങ്ക്ടി, ദത്തോപാന്ത് തേങ്ക്ടി. ഇന്ന് കേരളത്തിൽ ഒരു തൊഴിലാളി സമരം വിജയിക്കണമെങ്കിൽ BMSനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സമരത്തെക്കുറിച്ച് ചിന്തിക്കാൻ CITUവിനോ INTUCനോ കഴിയില്ല. മനസ്സിലായില്ലേ? ആ എല്ലാ മേഖലകളിലേക്കും BMS അതിവേഗം പടർന്നു കയറി. അവരുടെ പ്രത്യയശാസ്ത്രത്തിന് സ്വീകാര്യത കിട്ടി. അവർ ദേശീയത മുൻനിർത്തിയുള്ള ഒരു തൊഴിൽ സംസ്കാരം അത് വാർത്തെടുക്കാനാണ് അവർ ശ്രമിച്ചത്. അതിന് വലിയ സ്വീകാര്യത കേരളത്തിലും കിട്ടി, ഇന്ത്യയിലെമ്പാടും കിട്ടി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന അവരാണ്. CITO, INTUCയോ AITUCയോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ളൊരു തൊഴിൽ സംഘടന BMS ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ഈ നമ്മുടെ ഈ ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സവിശേഷമായ മാനബിന്ദുക്കളാണ്. നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ടും, രാജ്യത്തെ എല്ലാ പൗരന്മാരും, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും നമ്മുടെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും ഉള്ള ജനങ്ങൾ സമ്പൂർണമായിട്ടും ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന രണ്ട് ഗാനങ്ങളാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും. അപ്പോൾ അത് രണ്ടിനും, അത് എന്തുകൊണ്ട് ഇതിന് രണ്ടിനും പ്രസക്തി ഉണ്ടായി എന്നൊക്കെയുള്ള ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന് ഒരുപാട് പറയാനുണ്ട്. ആ ചരിത്രം നമ്മൾ അത് പറഞ്ഞതാണ്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെയൊരു വാദം, ഇത് സത്യത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. അതായത് ആ തമിഴ് വികാരം ഒന്ന് ആളിക്കത്തിക്കുക. ശരിയാണ്, തമിഴ് വളരെ പ്രാചീനമായൊരു ഭാഷയാണ്. നമ്മൾ മലയാളം പോലും ഇപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജ് ഗണത്തിൽ പെടുന്നു. അതിനേക്കാൾ പഴക്കമുണ്ട് തമിഴിന്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. മലയാളം ഉണ്ടായത് തന്നെ തമിഴിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ നമുക്കും അഭിമാനമേ ഉള്ളൂ. നമ്മളാരും അതിനെ നിരാകരിക്കുന്നില്ല. അതുകൊണ്ട് മലയാളത്തിന് എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. തമിഴും സംസ്കൃതവും കന്നഡയും ഒക്കെ ചേർന്നിട്ടാണ് മലയാള ഭാഷ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് തമിഴിന് ക്ലാസിക്കൽ പദവി കിട്ടി, കന്നഡയ്ക്ക് കിട്ടി, മലയാളത്തിനും കിട്ടി, കുറച്ച് വൈകിയാണെങ്കിലും. പക്ഷെ അതുകൊണ്ട് നമ്മൾ മലയാളം ഇന്ത്യയിലെ മറ്റു ഭാഷകളെക്കാൾ മുകളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ നമ്മൾ പറയാറുമില്ല ആരെടുത്തും. അപ്പോൾ തമിഴും അതുപോലെ, മലയാളത്തിനുള്ളതുപോലെ, കന്നഡയ്ക്കുള്ളതുപോലെ, തെലുങ്കിനുള്ളതുപോലെ, ഹിന്ദിക്കുള്ളതുപോലെ, ഗുജറാത്തിക്കുള്ളതുപോലെ, ബംഗാളി ഭാഷയ്ക്കുള്ളതുപോലെ, ബംഗ്ലാ ഭാഷയ്ക്കുള്ളതുപോലെയുള്ള ഒരു മഹത്വം തമിഴിനുമുണ്ട്. അല്ലെങ്കിൽ തമിഴിനുള്ള മഹത്വം ഈ ഭാഷകൾക്കെല്ലാം ഉണ്ട്. അവിടെയൊന്നും ഒരു ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയും ഒക്കെ നിലനിൽക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ സംസ്കാരത്തിലാണ്. അവർ പെരുമാറുന്നത് എങ്ങനെ, സംസാരിക്കുന്നത് എങ്ങനെ, ആൾക്കാരോട് ഇടപെടുന്നത് എങ്ങനെ. നോക്കൂ, തമിഴിനെ നമ്മൾ വലിയ ബഹുമാനം നമുക്ക് തമിഴിനോട് തോന്നും. എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ ഒരു കൊച്ചുകുട്ടിയെ പോലും, ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, ആ പെൺകുട്ടിയെ പോലും തമിഴിൽ വിളിക്കുന്നത് എന്നമ്മ, എന്ന സമാചാരം, എന്ന വിശേഷം, അല്ലേ? എന്നമ്മ, അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു വലിയ ഒരു ആദരവ് ആ കൊച്ചു പെൺകുട്ടിക്ക് പോലും കൊടുക്കാൻ കഴിയും. കാരണം സ്ത്രീയുടെ മഹത്വം ഇരിക്കുന്നത് മാതൃത്വത്തിലാണ്. ഇതിനെ മുതലെടുക്കുകയാണ് ഇപ്പം ആര് വന്നാലും മാറി മാറി വരുന്നത്. അതെ 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 70 നിമിഷം ഇപ്പുറത്തോട്ട്. അത് ആ സവിശേഷമായ ഒരു മനോഹാരിതയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഭാഷാ വികാരം ആളിക്കത്തിക്കുകയാണ്.
അതാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇത് സത്യത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലൊരു വേർതിരിവുണ്ടാക്കാനുള്ളൊരു ശ്രമം നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം, ഒരു പദ്ധതി തന്നെ അതിനുണ്ടാക്കി. അതായത് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയമല്ല ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയം, ഞങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തരാണ്. എന്ത് വ്യത്യസ്തരാണ്? ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഭാരതീയനാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്നിടത്തല്ലേ മഹത്വം? അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ വിഘടനവാദത്തിൻ്റെ വിത്തുകൾ പാകി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ഒരു ഗൂഢശ്രമം എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്ന കളികൾ എന്ന് നമ്മൾ അങ്ങനെ കരുതിയാൽ നമുക്കതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യശക്തികൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പുരോഗതിയും നമ്മുടെ വളർച്ചയും ഒക്കെ സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, വളരെ ദൂരെയുമുണ്ട്. അസൂയാലുക്കളായ രാഷ്ട്രങ്ങളും അവിടുത്തെ ഭരണത്തലവന്മാരും ഒക്കെ അവിടുത്തെ സൈനിക ശക്തിയും ഒക്കെ നമ്മുടെ വളർച്ച കണ്ട് വേവലാതി പൂണ്ട് വിറളി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ കയ്യിലെ ഉപകരണമാകാനാണ് ഇത്തരം നീക്കങ്ങൾ സഹായിക്കുക. അല്ലാതെ നമ്മുടെ രാജ്യത്ത് മുഴുവനും ഒരു ഭരണഘടനയാണ്, നമുക്ക് വ്യത്യസ്തമായ ഭരണഘടനകളില്ല. ആ ഒരു ഭരണഘടനയാണ് സുപ്രീം കോടതി മുതൽ ഇങ്ങ് താഴെ തട്ടിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി വരെ നമ്മൾ പിന്തുടരുന്നത്. ആ ഒരു ഭരണഘടനയാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളും നമ്മുടെ എല്ലാ നിയമസഭകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്തുടരുന്നത്. ആ ഒരു ഭരണഘടനയാണ് ഓരോ സംസ്ഥാനത്തിലെയും ഭരണകൂടങ്ങൾ, അവിടുത്തെ എക്സിക്യൂട്ടീവ് പിന്തുടരുന്നത്. അതിനെയാണ് അനുസരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ആ ഭരണഘടനയെ ആധാരമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്താണ് നമ്മുടെ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്നത്. ആ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്താണ് ഇന്ത്യൻ പ്രസിഡൻറ്റും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ജസ്റ്റിസുമാരും ഒക്കെ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെല്ലാം അധികാരമേൽക്കുന്നത്, ആ പദവിയിലേക്ക് ഉയരുന്നത് ആ ഭരണഘടനയെ തൊട്ടാണ്. ആ ഒരേ ഒരു ഭരണഘടന. ഇവിടെ വ്യത്യസ്തമായ ഭരണഘടനകളില്ല നമുക്ക്. അപ്പോൾ ഒരു ഭരണഘടന, ഒരു രാഷ്ട്രം, വൈവിധ്യമാർന്ന സംസ്കാരം, വൈവിധ്യമാർന്ന ഭാഷകൾ, വൈവിധ്യമാർന്ന ഭക്ഷണരീതി, വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ, വൈവിധ്യമാർന്ന വസ്ത്രധാരണം, ഒക്കെ വൈവിധ്യമുണ്ട് നമുക്ക്. പക്ഷേ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളതിലാണ്, നമ്മൾ ഭാരതീയരാണെന്നുള്ളതിലാണ്. നമുക്കൊരു സുശക്തമായ രാഷ്ട്രമുണ്ട് എന്നതിലാണ് നമ്മളൊക്കെ അഭിമാനിക്കുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പൈതൃകം, അത് സഹസ്രാബ്ദങ്ങളല്ല, യുഗാബ്ദങ്ങളുടെ പഴക്കം അതിനുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ആ ഒരു രാഷ്ട്രത്തെക്കുറിച്ച്, ആ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത് എത്ര ശരിയാണെന്ന് ആലോചിക്കണം. ഒരു നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കുകയാണ്. ആ പ്രമേയം, സത്യത്തിൽ ആ പ്രമേയത്തിന് എന്ത് വില? അത് ഡൽഹിയിൽ ചെന്നാൽ അതിനെന്തെങ്കിലും മൂല്യം കിട്ടുമോ? നോക്കൂ, ഇവിടെ ഏത് ആദ്യം പാടണം, ഏത് രണ്ടാമത് പാടണം എന്നുള്ളതല്ല, നമ്മുടെ മനോഭാവമാണ് പ്രശ്നം. ഈ മനോഭാവം ഈ രാഷ്ട്രീയക്കാർ ഉപേക്ഷിക്കണം. ഇത് വോട്ടിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. ഇത് നമ്മളെ ശരിയായ പുരോഗതിയിലേക്ക് നയിക്കില്ല. ഇത് നമ്മളെ അധോഗതിയിലേക്ക്, തമ്മിത്തല്ലിലേക്ക്, സംഘർഷത്തിലേക്ക് നയിക്കുകയുള്ളൂ. നോക്കൂ, ഒരു കർണാടകയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. അതിലെ ജലം തമിഴ്നാട്ടിനും കൂടി നൽകണം എന്നുള്ളതാണ് നമ്മുടെ നിയമം. അത് കർണാടകയിൽ ഉത്ഭവിക്കുന്നതായതുകൊണ്ട് അതിലെ വെള്ളത്തിന് മുഴുവനും ഞങ്ങൾ മാത്രമാണ് അവകാശികൾ എന്ന് നാളെ കന്നഡികർ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും? മുല്ലപ്പെരിയാർ നമ്മൾ അണകെട്ടി നിർത്തി ജലം തമിഴ്നാടിന് കൊടുക്കുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കൃഷി നടക്കുന്നു, ആ നാട് പുരോഗമിക്കുന്നു, ആ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നു, അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ആ ജലം ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമാണ്, അത് പുരോഗമിക്കണം, അത് വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മുല്ലപ്പെരിയാറിൽ നമ്മൾ അണകെട്ടിയിട്ട് ജലം അവർക്ക് കൊടുക്കുന്നത്. ഈ ജലം മുഴുവനും ഒഴുകി കടലിലേക്ക് പോയിട്ട് എന്ത് കാര്യം? അതിനെ അണകെട്ടി നിർത്തി അത് വേണ്ട വിധത്തിൽ സംഭരിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്ന് എത്ര ജലം നമ്മൾ എടുക്കുന്നുണ്ട്? എത്ര ക്യൂബിക് അടി ജലം കേരളത്തിന് ലഭിക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതുപോലെ തമിഴ് ജനത ചിന്തിക്കണം.
ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തെ അപകടപ്പെടുത്താനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില രാഷ്ട്രീയ അടവ് നയങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വലിയ വിഷമമുണ്ട്. ഇത്തരത്തിലുള്ള ഇതൊന്നുമല്ല. നമ്മൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും നമ്മുടെ മാനബിന്ദുക്കളാണ്. നമ്മൾ ദേശീയ പതാകയെ എങ്ങനെ ബഹുമാനിക്കുന്നോ അതുപോലെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും. അതെല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെയാണ്. രാജ്യത്ത് ഭരണഘടനയിൽ ഒരു നിയമം കൊണ്ടുവരും, ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതെല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. അത് പിന്നെ ഉത്തരേന്ത്യയിലൊന്ന്, ദക്ഷിണേന്ത്യയിൽ വേറൊന്ന്, തമിഴനൊന്ന്, തെലുങ്കനൊന്ന്, മലയാളിക്ക് വേറൊന്ന്, കന്നഡികന് മറ്റൊന്ന്, മറാഠി ഇതൊന്നും ചെയ്യണ്ട, അങ്ങനെയല്ല. ഗുജറാത്തിക്ക് എക്സംഷൻ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും. ബംഗാളിക്ക് കൂടുതൽ അധികാരം, നോ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും തുല്യമാണ്. അതേസമയം മറ്റ് ഈ പറയുന്ന പോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ വീതം വയ്ക്കുന്നത്, അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാം. അത് ജനസംഖ്യയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും വിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതാണ്. അല്ലാതെ അതിലൊന്നും പക്ഷപാതിത്വം അതിലൊന്നും ഇല്ല. അത് അങ്ങനെയൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട് ചിന്തിക്കേണ്ടത്, തമിഴ് ജനത ചിന്തിക്കേണ്ടത്, ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഉടമകൾ എന്നുള്ള നിലയ്ക്ക് അവർ ഭാരതത്തിൻ്റെ ആ അസ്മിത, ആ പറയുന്ന മാനബിന്ദുക്കൾ, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. ഒപ്പം തമിഴ് സംസ്കാരത്തെയും തമിഴ് ഭാഷയെയും അതിലൊരു കുറവും നിങ്ങൾ വരുത്തണ്ട. തീർച്ചയായിട്ടും അതിനെല്ലാം അതിൻ്റേതായ മഹത്വമുണ്ട്. ആ മഹത്വത്തെ കളയേണ്ട ഒരാവശ്യവുമില്ല. അത് കളയാൻ പാടില്ല താനും. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ആ ഒറ്റ ചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് നല്ലത്.